Good morning, everyone. I welcome you all for today's session. In last class, I have taught you a poem which is titled as Zoo Manners. I hope you all understood the poem, and today I am going to take the activities of the poem Zoo Manners. Okay, so all of you take the page number 74 and get ready. I think you all have your textbook on your hand. Now, it's just an easy activity. Okay, ഈ ആക്ടിവിറ്റി വളരെ ഈസിയാണ്. യു ജസ്റ്റ് നീഡ് ടു പുട്ട് എ ടിക്ക് മാർക്ക്. നിങ്ങൾ ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് മാത്രം ഇട്ടാൽ മതി കേട്ടോ. സോ പേജ് നമ്പർ 74 എടുക്കുക. എന്നിട്ടൊരു പെൻസിലേറ്റ് റെഡി ആയിട്ടിരുന്ന എല്ലാവരും. So I hope you all are ready with your pencil and textbook. So let's read the activity first. Okay. Listen and put a tick mark against the words that the teacher says. Okay. മിസ് ഏതൊക്കെ വേർഡ്സ് ആണോ പറയണത് ആ വേർഡ്സിന് നേരെ യു ഷുഡ് പുട്ട് എ ടിക്ക് മാർക്ക്. ഓക്കെ, മിസ് പറയുന്നതിനനുസരിച്ച് വേണം നിങ്ങൾ ടിക്ക് മാർക്ക് ഇടാൻ കേട്ടോ. ജസ്റ്റ് ടിക്ക് ഇട്ടിട്ട് പോവരുത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇറ്റ്. ഇറ്റ് ഇറ്റ് എന്ന് പറഞ്ഞ വേർഡ് എവിടെയാണ്? ഇറ്റ് ഏതാണ്? IT. സോ യു പുട്ട് എ ടിക്ക് മാർക്ക് നിയർ ദ column of it. Now the second one is at. At. Okay. ഇറ്റും ആറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇറ്റിന് I sound, ആറ്റിന് A sound. Okay. Now the second one is think. Think. THINK ആണ് think. Next one thank. THANK thank. തിങ്കിന് I സൗണ്ട് ആണ്, താങ്കിന് A സൗണ്ട്. തിങ്ക്, താങ്ക്. നെക്സ്റ്റ് വൺ ഫൺ. ഫൺ. FUN ഫൺ. നെക്സ്റ്റ് വൺ ഫാൻ. ഓക്കെ, ഫൺ ആ സൗണ്ടിന് നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്ററാണ് U. ഫാൻ ആൻ സൗണ്ടിന് A. സോ ഫൺ FUN ഫൺ. FAN ഫാൻ. നെക്സ്റ്റ് വൺ മച്ച്. Much, MUCH, much. MATCH, match. Match. മാച്ചിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെറ്റേഴ്സാണ് AT. ഓക്കെ, MATCH, match. ആൻഡ് ലാസ്റ്റ് വൺ well. Well, WELL, well. WALL, wall. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് എന്താണ്? വെല്ലിന് E സൗണ്ടാണ്, വാളിന് A സൗണ്ടാണ്. ഓക്കെ, സോ വെൽ, വാൾ. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മിസ്സ് പറഞ്ഞ സൗണ്ട്സ് അനുസരിച്ച് നിങ്ങൾ എല്ലാ കോളത്തിലും മിസ്സ് പറയുന്നതിനനുസരിച്ച് തന്നെ ടിക്ക് ചെയ്ത് പോവാം. അണ്ടർസ്റ്റുഡ്? സോ ഹിയർ എൻഡ്സ് അവർ ഫസ്റ്റ് ആക്ടിവിറ്റി. Second one is given the page number 75. It's just a reading part. Okay, second activity just read ചെയ്യാണ് കേട്ടോ. Say aloud. First one bump. BUMP, bump. മിസ്സിൻ്റെ കൂടെ റീഡ് ചെയ്യണേ നിങ്ങളെല്ലാവരും. bump. BUMP, bump. Second one hump. HUMP, hump. Third one dump. DUMP, dump. അപ്പോൾ ആ സൗണ്ട് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് യു. ഓക്കെ, ബംപ്, ഹംപ്, ഡംപ്. നൗ സെക്കൻഡ് ലൈൻ ക്രൗഡ്. ക്രൗഡ്. ക്രോ. ക്രോ. നെക്സ്റ്റ് വൺ ക്ലൗഡ്. ക്ലൗഡ്. നെക്സ്റ്റ് വൺ ക്ലോ. ക്ലോ. ഓക്കെ, ആനിമൽസിൻ്റെ നെഗത്തിനാണ് നമ്മൾ പറയുക ക്ലോ. Now next line noise. Noise. Prize. Prize. Size. Size. Next one pies. Pies. Flies. Last one flies. ഓക്കെ, മിസ്സിൻ്റെ കൂടെ നിങ്ങളിതൊക്കെ റീഡ് ചെയ്തിട്ടുണ്ടാവുമെന്ന് മിസ്സ് കരുതുന്നു. ഓക്കെ, ഒരു 2 to 3 times ഇത് വീഡിയോ പോസ് ചെയ്തിട്ട് റീഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഫോർ എ റീഡിങ് പ്രാക്ടീസ്. ദാറ്റ്സ് ഇറ്റ്.
Here ends our second activity. Now let's sing and act. സിങ് ചെയ്യാനും ആക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിങ് ഇസ് നോട്ട് പോസിബിൾ നൗ. സോ ലെറ്റ്സ് സിങ് ദിസ് 2 റൈംസ്. അവിടെ 2 റൈംസ് ഉണ്ട്. ഒന്ന് അവിടെ ആ ലെറ്റ്സ് സിങ്ങിൻ്റെ താഴെയായിട്ട്, പിന്നെ എലിഫൻറ്റിൻ്റെ ബോഡിയുടെ അവിടെ ഒരു പോയമുണ്ട്. ജസ്റ്റ് ചെറിയ റൈം. നമുക്കിത് രണ്ടും ഒരുമിച്ച് സിങ് ചെയ്യാം കേട്ടോ. The elephant walks. The elephant walks. Like this and that. Like this and that. He is so tall. He is so tall and so fat. And so fat. This is a small and simple rhyme. നിങ്ങൾക്ക് read ചെയ്യാം കേട്ടോ. Now next one. He has no fingers. He has no fingers. Fingers ഇല്ല. He has some toes. Toes ആണുള്ളത് കേട്ടോ. He has some toes. But oh my goodness, what a big nose. But oh my goodness, what a big nose. Okay, so ഈ ഒരു റൈമാണ് അവർ രണ്ട് സ്ഥലത്തായിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്നും കൂടി റീഡ് ചെയ്ത് തരാം. The elephant walks like this and that. He is so tall and so fat. He has no fingers. He has some toes. But oh my goodness, what a big nose. Okay, here ends our singing part also. See, the next activity is make sentences using this and that. Okay, സെൻറ്റൻസ് നമ്മൾ ദിസ് ആൻഡ് ദാറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സെൻറ്റൻസ് മേക്ക് ചെയ്യണം. സോ നെക്സ്റ്റ് മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോണത് എന്താണ് ദിസ്, എന്താണ് ദാറ്റ്, എവിടെയാണ് നമ്മളത് യൂസ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ആക്ടിവിറ്റി. സ്ക്രീൻ ഇറ്റ്സ് റിട്ടേൺ നിയർ. നിയർ, NEAR. NEAR. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഇപ്പം നമ്മുടെ അടുത്തുള്ള ഒരു സാധനത്തിന് നമ്മൾ പറയണമെങ്കിൽ എന്ത് നമ്മൾ യൂസ് ചെയ്യുക? ദിസ്. എന്താ യൂസ് ചെയ്യുക? ദിസ്. നിയർ എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത്. ഇപ്പം എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയും ദിസ് ഈസ് എ ബുക്ക്. മിസ് എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. ഇനി ദാറ്റ്. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഫാർ. ദാറ്റ് എന്ന് പറഞ്ഞാൽ ഫാറല്ല, ദാറ്റിന് വേണ്ടി, അതായത് ദൂരെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ദാറ്റ്. അപ്പോൾ ദൂരേക്ക് എന്താണ്? ഫാർ. ഫാർ ഉള്ള സാധനങ്ങൾ, ദൂരെയുള്ള സാധനങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് ദാറ്റ്. അപ്പോൾ ദിസ് എപ്പോഴാണ് യൂസ് ചെയ്യുക? നിയർ, അടുത്തുള്ള സാധനങ്ങൾക്കാണ് ദിസ് യൂസ് ചെയ്യുക. ദാറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യുക? ഫാർ, നമ്മളിൽ നിന്നും ദൂരെയുള്ള സാധനങ്ങൾക്കാണ് നമ്മൾ ഫാർ, ദാറ്റ് യൂസ് ചെയ്യുക. അണ്ടർസ്റ്റുഡ്? മിസ് ഇനി നിങ്ങൾക്ക് എക്സാമ്പിൾസോട് കൂടി പറഞ്ഞുതരാം. So that will be clear for you. Now look at the screen. See, ഈ ഗേളിൻ്റെ തൊട്ടടുത്താണ് ഈ ആപ്പിൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്യുക? ദിസ്. ഓക്കെ, ഈ നിൽക്കുന്ന ഗേളിൻ്റെ അടുത്താണ് ആപ്പിൾ. സോ വി യൂസ് ദിസ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, ആ ഗേളിൽ നിന്നും ദൂരെയായിട്ടാണ് എന്തിരിക്കുന്നത്? ആപ്പിൾ. സോ വി യൂസ് ദ വേർഡ് ദാറ്റ്. അണ്ടർസ്റ്റുഡ്? അടുത്താണെങ്കിൽ ദിസ്, ദൂരെയാണെങ്കിൽ ദാറ്റ്. നെക്സ്റ്റ് വൺ, ഈ കുട്ടിയുടെ അടുത്താണ് ഈ ബോൾ ഇരിക്കുന്നത്. സോ വി യൂസ് ദിസ്. ഓക്കെ, ഈ കുട്ടിയുടെ അടുത്താണ് ബോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? ദിസ്. Now you see the ball is far away from the girl. Now in the second line the ball is far away from the girl. So what we use the word that. Okay, we use the word that. Now another example. Now you can see a doll which is near to that girl. ആ ഗേളിൻ്റെ അടുത്തായിട്ടൊരു ഡോൾ ഉണ്ട്. So we use the word this. Okay, now in the second line the doll is far away from the girl. ആ ഗേളിൻ്റെ ഫാർ ആയിട്ടാണ് ആ ഡോൾ ഉള്ളത്. So we use that. Now the next example, in the first line the green balloon is near to that girl. near എന്ന് പറഞ്ഞാൽ അടുത്തായിട്ടാണ് ആ ബോൾ ഇരിക്കുന്നത്. So we use the word this. And in the next line the balloon is far away from the girl. So we use the word that. Okay, now I'm going to say you how we use this and that in a sentence. എങ്ങനെയാണ് thisഉം thatഉം ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാൻ. ഓക്കെ,
So in the first sentence, the cycle is very near to that girl. അല്ലേ, ആ സൈക്കിൾ എവിടെ ഇരിക്കുന്നത്? ആ ഗേളിൻ്റെ തൊട്ടടുത്ത്. So we should use a sentence as this is a cycle. This is a cycle. And in the next picture, the cycle is far away from the girl. So we should use that is a cycle. അടുത്താണെങ്കിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക? This is a cycle. ദൂരെയാണെങ്കിലോ that is a cycle. Understood? Now in the next example, the first picture, the tree is near to that girl, so we use this is a tree. Tree ആ ഗേളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്, so we use this is a tree. And in the next line, the tree is very far, so we should use that is a tree. Okay. Now in the next example, the book is near to that girl, so we use this is a book. And in the next picture, the book is far away from the girl, so we use that is a book. അടുത്താണെങ്കിൽ this is a book, ദൂരെയാണെങ്കിൽ that is a book. Okay. So now I'm going to give you an activity. മിസ് ഇപ്പോൾ നിങ്ങൾക്ക് this എന്താണ്, that എന്താണ്, എങ്ങനെയാണ് സെൻറ്റൻസ് മേക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞെന്നില്ലേ. Now take page number 75. See, they have given an activity. Make sentences using this and that. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യണം? മിസ്സി പറഞ്ഞ എക്സാമ്പിൾസ് കൂടാതെ നിങ്ങൾ യുവർ ഓൺ സെൻറ്റൻസിൽ നിങ്ങൾ ഒരു 3 സെൻറ്റൻസ് ദിസ് വെച്ചിട്ടും 3 സെൻറ്റൻസ് ദാറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് നിങ്ങൾ മേക്ക് ചെയ്യണം. അണ്ടർസ്റ്റുഡ്? ദിസ്സും ദാറ്റും നല്ല ക്ലിയർ ആണെന്ന് മിസ് വിചാരിക്കണം കേട്ടോ. അടുത്തുള്ളതിന് ദിസ്, ദൂരെയുള്ളതിന് ദാറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ യു ഷുഡ് മേക്ക് എ സെൻറ്റൻസ് യൂസിങ് ദിസ് ആൻഡ് ദാറ്റ്. ഓക്കെ, ആ കോളംസ് തന്നിട്ടുണ്ട്. സോ ആ കോളംസിലാണ് നിങ്ങളത് എഴുതേണ്ടത്. അണ്ടർസ്റ്റുഡ്? 3 sentences this, 3 sentences that. So here ends our today's session. I hope everything is clear. You please do the activity by yourself. തനിയെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. Okay, thank you. See you soon.